KTUവിനെതിരെയായിട്ടുള്ള വീഡിയോ ആണ് ഇത്. എതിരെന്ന് ഉദ്ദേശിച്ചത് 2 ചോദ്യങ്ങൾ. KTUക്കെതിരെ ഞാൻ KTUവിന് അവരെ അധികൃതരോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന 2 ചോദ്യങ്ങൾ. ഈ 2 ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അവരിലേക്ക് എത്താൻ വേണ്ടി മാക്സിമം ഷെയർ ചെയ്യാം. ഈ കാണുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ ആൻസർ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും എത്തിച്ചേരാൻ ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, KTUവിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് ലേറ്റ് ആയതുകൊണ്ട് മാത്രം ഇയർ ഔട്ട് ആയിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട്. കുറച്ചധികം കുട്ടികളുണ്ട് കേരളത്തിൽ. അവരുടെ നഷ്ടപ്പെട്ട ഭാവി അതിന് പകരമായിട്ട് KTUവിന് എന്ത് ചെയ്യാൻ കഴിയും? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തത്, JEE മെയിൻ എക്സാം എഴുതിയിട്ട് അതിൽ ടോപ്പ് ഹൈ സ്കോർ വാങ്ങുന്ന കുട്ടികൾക്കാണ് JEE അഡ്വാൻസ്ഡ് എക്സാമിനേക്ക് ക്വാളിഫിക്കേഷൻ കിട്ടുക. അതിലും നല്ല സ്കോർ വാങ്ങുന്ന കുട്ടികൾക്കാണ് IIT പോലത്തെ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുക. അതായത് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല IQ നോളജ് ഉണ്ടാവും. നേരെ മറിച്ച് കേരളത്തിലെ കേരളത്തിലെ എൻട്രൻസ് എക്സാം എഴുതിയിട്ട് 6 ക്വസ്റ്റ്യൻ ശരിയാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഈ KTUവിൻ്റെ അണ്ടറിൽ മെറിറ്റിൽ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഈ വിദ്യാർത്ഥിക്കുണ്ട്. ഇനിയിപ്പോൾ 6 ക്വസ്റ്റ്യൻ ശരിയായിട്ടില്ല, 100 ക്വസ്റ്റ്യൻ തെറ്റായി, -100 ആണ് സ്കോർ, എന്നാലും അവനക്ക് കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഓപ്പർച്യൂണിറ്റി. ബിലോ ആവറേജ് ലെവലുള്ള കുട്ടികൾക്ക് പോലും എഞ്ചിനീയറിംഗ് പഠിക്കാൻ KTUവിൽ ചാൻസ് ഉണ്ട്. ബിലോ ആവറേജ് എന്ന് പറയുന്നത് പഠിപ്പിൽ ബാക്കൗട്ട് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. ഇതാണ് KTUവിൻ്റെ അവസ്ഥ. KTUവിൻ്റെ സിലബസ് ഉണ്ട്. അതിൽ ഇത്ര ടോപ്പിക്സിന് ഇത്ര മണിക്കൂറുകൾ പഠിപ്പിക്കാൻ വേണമെന്നവർ വലിയ സിസ്റ്റമാറ്റിക് ആണെന്ന് വിചാരിച്ച് തരുന്നുണ്ട് സാധനം. ടീച്ചർമാരോട് ചോദിച്ചാൽ പറയും ഈ ടോപ്പിക്സ് പഠിപ്പിച്ച് തീർക്കാൻ ഇത്ര മണിക്കൂർ പോരാ. ഇതിന് KTU പറയുന്ന മറുപടി, ടീച്ചേഴ്സ് ആർ നോട്ട് സപ്പോസ് ടു ബി ടീച്ചിങ്. ഇത് ഞാൻ വെറും വാക്കല്ല. ഞാനിപ്പോൾ 3rd ഇയറിലേക്ക് പോവുകയാണ്. എൻ്റെ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമ്മിൽ വെസ്റ്റ് ഹില്ലിൽ പോളിയിൽ KTUവിൻ്റെ VCയും പ്രോ VCയുമായിട്ട് ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അന്ന് പ്രോ വൈസ് ചാൻസലർ അബ്ദുറഹ്മാൻ സാർ പറഞ്ഞ വാക്കുകളാണ്, ടീച്ചർ പഠിപ്പിക്കാൻ പാടില്ല, പകരം എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യണം കുട്ടികൾ, അല്ലെങ്കിൽ NPTEL പോലത്തെ ചാനലിൽ നോക്കി പഠിക്കണം, സൈറ്റിൽ നോക്കി പഠിക്കണം, വീഡിയോ കണ്ട് പഠിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് NPTELൻ്റെ പേജ് പ്രൊജക്ടറിൽ എടുത്ത് കാണിച്ചു തന്നു പ്രോ വൈസ് ചാൻസലർ തന്നെ. ഈ NPTEL സൈറ്റിലെ വീഡിയോ എന്ന് പറയുന്നത് IITകളിൽ കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ടാണ് തരുന്നത്. IITയിൽ കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കണമെങ്കിൽ ഇത്രയും ബിലോ ആവറേജ് വരെ പഠിക്കാൻ ചാൻസ് ഉള്ള പഠിക്കുന്ന KTUവിലെ കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ എവിടെയാണ് ലോജിക്? ഈ 2 ചോദ്യമാണ് എനിക്കുള്ളത്. 2 ചോദ്യം. ഇതിനുള്ള മറുപടി പ്രതീക്ഷിക്കുന്നു. സീരിയസ്ലി. ഇത് KTU എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു തുമ്പി, ചെറിയൊരു കോട്ടൻ്റെ ബോള് ഒരു തുമ്പി എടുത്ത്, അതായത് കീം എക്സാം എഴുതി എന്ന് വെച്ചിട്ട് സിമെന്റിന്റെ ചാക്ക് എടുപ്പിക്കുന്നത്, വലിയ 100 കിലോന്റെ സാധനം. ഇതാണ് KTU ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ചോദ്യത്തിനുള്ള മറുപടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്ലീസ് KTU അധികൃതരിലേക്ക് എത്തണം. കാരണം ഒരു ലോജിക്കും ഇല്ലാത്ത യൂണിവേഴ്സിറ്റി നമ്മൾ പോകുന്നത്, ചിന്തിച്ച ഒരൊറ്റം കിട്ടൂല. ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന നമ്മൾക്കൊരു ഉത്തരം കിട്ടണം. കാരണം ഈ NSS പാലക്കാടിലെ സാർ പറഞ്ഞിട്ടുണ്ട്, പ്രതീക്ഷിച്ച് ആറ്റുനോറ്റ് ഒരു കുട്ടി കിട്ടിയ കുട്ടി ചാവെള്ളായി പോയി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ KTU. അതുകൊണ്ട് പ്ലീസ് ഡു ഷെയർ ആൻഡ് ലെറ്റ് മീ ഗെറ്റ് ആൻസർ. താങ്ക് യു.